നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 20-ാം നൂറ്റാണ്ടിലെ രണ്ട് ഇതിഹാസങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ അവിശ്വസനീയമായൊരു കഥയാണ്. ഇതൊരു തമാശ ചോദ്യമല്ല കേട്ടോ, ഇത് ശരിക്കും സംഭവിച്ച കാര്യമാണ്. അപ്പോ എങ്ങനെയായിരുന്നു ആ കൂടിക്കാഴ്ച? നമുക്ക് നോക്കാം. മൈക്കൽ ജാക്സൺ പതിയെ പറഞ്ഞ ഈ ഒരൊറ്റ വാക്കിലുണ്ട് ആരുമറിയാത്ത അതിമനോഹരമായൊരു കഥ. ശരി, നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോകാം. 90കളുടെ തുടക്കം. രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലുള്ള രണ്ടു പേർ ഒരുമിച്ച് ഒരിടത്ത്. ഒന്നാലോചിച്ച് നോക്കൂ. ഒരാൾ സ്റ്റുഡിയോയുടെ നിശബ്ദതയിലിരുന്ന് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നയാൾ, മറ്റൊരാൾ കോടിക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ സ്റ്റേജ് കീഴടക്കുന്നയാൾ. ഇവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടാനാണ്, അല്ലേ? അപ്പോ ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന ഈ കൂടിക്കാഴ്ച എങ്ങനെ സംഭവിച്ചു? കഥ തുടങ്ങുന്നത് ഒരൊറ്റ ഫോൺ കോളിലാണ്. സംഭവം ഇതാണ്. ബാർബറ ഒരു പുതിയ ടോം ആൻഡ് ജെറി സിനിമയുടെ പണിപ്പുരയിലാണ്. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ സാക്ഷാൽ പോപ്പ് രാജാവിന്റെ കോള് വരുന്നത്. ഏതൊരാളെയും പോലെ ബാർബറയും ആദ്യം ചിന്തിച്ചത് ഒരു ബിസിനസ് ഡീലിനെക്കുറിച്ചാണ്. ജാക്സൺ ഒരു പാട്ട് പാടിയാൽ സിനിമ ഹിറ്റാവുമല്ലോ. പക്ഷേ ആ കൂടിക്കാഴ്ച വെറുമൊരു പാട്ടിലൊതുങ്ങിയില്ല, അതിനപ്പുറം വളരുകയായിരുന്നു. അങ്ങനെ അവർ ജാക്സന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ആ മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ജാക്സൺ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, "നിങ്ങളാണോ ടോം ആൻഡ് ജെറി എഴുതിയത്?" ബാർബറ പറഞ്ഞു, "അല്ല, ഞാനത് വരച്ച ആളാണ്." എന്നിട്ട് ചോദിച്ചു, "ഞാൻ വരച്ച് കാണിച്ചു തരട്ടെ?" ആ നിമിഷം ബാർബറ ഒരു പേപ്പർ എടുത്ത് വരയ്ക്കാൻ തുടങ്ങി. വെറുമൊരു ചിത്രമല്ല, മറിച്ചൊരു കാലഘട്ടത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്. അതെ, ടോം ആൻഡ് ജെറിയുടെ എക്കാലത്തെയും ക്ലാസിക് എപ്പിസോഡുകളിലൊന്നായ ബൗളിംഗ് അല്ലി ക്യാറ്റ്. ആ പേപ്പറിൽ ടോമും ജെറിയും ജീവൻ വയ്ക്കുന്നതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. തന്റെ കൺമുന്നിൽ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ രൂപം കൊള്ളുന്നത് കണ്ട് മൈക്കിൾ ജാക്സൺ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആവർത്തിച്ചു ഒന്നേ പറഞ്ഞുള്ളൂ, "വാവ്." നമ്മളീ കഥ തുടങ്ങിയത് അവിടെ നിന്നാണല്ലോ. ആ സംഭാഷണത്തിനിടയ്ക്ക് ജാക്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ കുട്ടിക്കാലത്ത് ആകെ കൂട്ടുണ്ടായിരുന്നത് ഈ കാർട്ടൂണുകളായിരുന്നു എന്ന്. അത് വെറുമൊരു വിനോദമായിരുന്നില്ല, ഒറ്റപ്പെട്ട കുട്ടിക്കാലത്തെ ഒരേയൊരു ആശ്വാസമായിരുന്നു. അവർക്കിടയിൽ അത്രയും നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടിരുന്നു. ഒരിക്കലൊരു ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പോൾ ജാക്സൺ ഒരു വലിയ കുറിപ്പ് തന്നെ എഴുതി. ബാർബറ തമാശയ്ക്ക് പറഞ്ഞു, "ഇത് ഗെറ്റിസ്ബർഗ് പ്രസംഗം പോലുണ്ടല്ലോ" എന്ന്. അതായിരുന്നു അവർക്കിടയിലെ ആ രസകരമായ കെമിസ്ട്രി. ശരി, ഇത്രയും നല്ലൊരു ബന്ധമുണ്ടായി. എന്നിട്ടവർ ഒരുമിച്ചൊരു പ്രൊജക്റ്റ് ചെയ്തു. അതാണ് അടുത്ത ചോദ്യം. സത്യം പറഞ്ഞാല് ഇല്ല. എത്രയൊക്കെ മികച്ച കൂടിക്കാഴ്ചകൾ നടന്നാലും അവസാനം തീരുമാനമെടുക്കുന്നത് എക്സിക്യൂട്ടീവുകളാണല്ലോ. എന്തുകൊണ്ടോ അവർക്ക് ആ ഡീലില് വലിയ താൽപ്പര്യം തോന്നിയില്ല. അതെ, ആ പ്രോജക്റ്റ് ഒരിക്കലും നടന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പിന്നെ എന്തിനാണ് ഈ കഥയ്ക്ക് ഇത്ര പ്രാധാന്യമെന്ന്, അല്ലേ? ഒരു ബിസിനസ് ഡീൽ നടന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് ബാർബറ ഈ ഓർമ്മ ഒരു നിധി പോലെ സൂക്ഷിച്ചത്? നമുക്ക് നോക്കാം. കാരണം ആ കൂടിക്കാഴ്ചയുടെ മൂല്യം ഒരു ബിസിനസ് ഇടപാടിനും അപ്പുറമായിരുന്നു. കലയ്ക്ക് എത്രത്തോളം ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവായിരുന്നു അത്. രണ്ട് ലോകങ്ങളിലുള്ള കലാകാരന്മാർക്കിടയിലുണ്ടായ ആഴത്തിലുള്ള ബഹുമാനമായിരുന്നു അത്. ചിലപ്പോൾ പണത്തേക്കാൾ വലുത് മനുഷ്യബന്ധങ്ങളാണെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കണ്ടുമുട്ടൽ. ബാർബറയ്ക്ക് നഷ്ടപ്പെട്ട ഒരു സിനിമയേക്കാൾ എത്രയോ വലുതായിരുന്നു ആ കൂടിക്കാഴ്ച നൽകിയ സന്തോഷം. തന്റെ കല ഒരു ഇതിഹാസത്തെ എത്രമാത്രം സ്വാധീനിച്ചുവെന്ന തിരിച്ചറിവ് അതു മതിയായിരുന്നു അദ്ദേഹത്തിന്. ഈ കഥ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ പൂർത്തിയാകാത്ത ചില പ്രോജക്റ്റുകൾക്കും നടക്കാതെ പോയ ചില സ്വപ്നങ്ങൾക്കും അതിൻ്റേതായൊരു സൗന്ദര്യമുണ്ടാകില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.